അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അനുവദിക്കപ്പെട്ട സമയം പരമാവധിയാണ് 20 മിനിറ്റ്. അത്ര പറയണമെന്നില്ല. അതിന് മുമ്പേ എപ്പോൾ നിർത്താം. വാങ്കിൻ്റെ വിളി കുറച്ച് മുമ്പേ നമ്മുടെ കാതുകളിൽ കേട്ടു. വിശപ്പിൻ്റെ വിളി അതിനും 1 മണിക്കൂർ മുമ്പേ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഭക്ഷണം എത്തും. അത് കഴിക്കണം. അതിനുശേഷമുള്ള പരിപാടികളിലും ഇതേ രീതിയിൽ നിറഞ്ഞ സദസ്സുണ്ടാവണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ഇത്ര മനോഹരമായ സദസ്സ്, പ്രൗഢഗംഭീരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇതുതന്നെയാണ്. പുതിയൊരു തുടക്കത്തിലേക്ക്, വീണ്ടും ഒരു യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാണ്. സംതൃപ്ത കുടുംബം എന്ന മനോഹരമായ വലിയ പ്രസക്തമായ വിഷയത്തിൻ്റെ 2 മർമ്മപ്രധാന ഭാഗങ്ങളിലൂടെ കേരളം കാതോർക്കുന്ന 2 ശബ്ദങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിൽ ഒരു അടിവരയിടുക എന്ന് മാത്രം. ഒപ്പിടാൻ ഞാനായിട്ടില്ല, അടിവരയിടുക മാത്രം. പിന്നെ അടിവരയ്ക്ക് ശേഷം 3-4 ഡോട്ടുകൾ ഇടും. തുടരും ഇനിയും. അത് ഇതിൻ്റെ ഒരു പരിഹാര മാർഗം അനുഭവ സാക്ഷ്യത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രശ്നമേഖല കൃത്യമായി അതിൻ്റെ ഇസ്ലാമിക തലവും പ്രശ്നമേഖലയിൽ ഇസ്ലാമികമായി ഇടപെടേണ്ടുന്ന കാര്യങ്ങളും മനഃശാസ്ത്ര തലവും സംതൃപ്ത കുടുംബത്തിൻ്റെ ബോധ്യപ്പെട്ട പ്രബുദ്ധ സദസ്സിനോട് അനുഭവതലം പറയുമ്പോൾ, ഇന്ന് ഇവിടെ ഈ ചെമ്മാട് ദാറുൽ ഹുദയുടെ അക്ഷരമുറ്റത്തുള്ള ജുമുഅ മസ്ജിദിൽ, ഈ മസ്ജിദിൽ ഇന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടൻ ഇസ്ഹാഖ് ബാഖവി എന്ന് പറയുന്ന ചെമ്മാട് മഹൽ ഖതീബ് ഉസ്താദിൻ്റെ 2.5 മിനിറ്റ് സമയം മാത്രം ദൈർഘ്യമുള്ളൊരു ഉണർത്തൽ കേട്ടു. ആ ഉണർത്തലിലുണ്ടായിരുന്നു സുന്നി മഹല്ല് ഫെഡറേഷൻ 2015 ഏപ്രിൽ മാസം 1-ാം തീയതി ശൈഖുൽ മർഹൂം സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹി മർഖദ മഹാനുഭാവൻ കേരളക്കരക്ക് സമ്മാനമായി നൽകിയ ഈ കോഴ്സിൻ്റെ ഏറ്റവും ഒടുവിലെ അനുഭവ റിസൾട്ട് ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം കിട്ടും. അത് മറ്റൊന്നുമല്ല, 100ഓളം കുട്ടികൾ പഠിതാക്കളായി ഉണ്ടായിരുന്ന ഈ പ്രദേശത്തെ പ്രീ മാരിറ്റൽ കോഴ്സ് പൂർത്തീകരിച്ച ശേഷം ആ കോഴ്സിൻ്റെ 5 ക്ലാസ്സുകളും ഒരു എളുപ്പ പരീക്ഷയും വിജയകരമായി അറ്റൻഡ് ചെയ്തതിൽപ്പെട്ട 2 പെൺകുട്ടികൾ പരസ്പരം ചേർത്ത് പിടിച്ചു. അവർക്ക് തമ്മിൽ അവരുടെ കണ്ണുകൾ കാണില്ല. ഇരുതലയും ഇരുഭാഗത്തേക്കായിരുന്നു. അവർ കരഞ്ഞു കലങ്ങിയ അല്ല, തെളിഞ്ഞ കണ്ണുകളുമായി അവർ പറയുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സെക്സിനോട്, എതിർലിംഗത്തിലുള്ള ആളുകളോട് നമുക്ക് കാലിടറുന്ന കൗമാരത്തിൽ അസമയത്ത് തോന്നിയ പ്രണയത്തോട് ഞങ്ങൾ എന്നേക്കും വിട പറയുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിന് ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ്? 2015 ഏപ്രിൽ മാസം 1-ാം തീയതി കേരളക്കരക്കൊന്നാകെ ഏറ്റെടുക്കത്തക്ക വിധത്തിൽ ചെറുശ്ശേരി ഉസ്താദ് ഇതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ പ്രഭാഷണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല. അതിൽ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടുന്ന ഒരു മനോഹരമായൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇനി മഹല്ലുകളിൽ വിവാഹത്തിൻ്റെ ഡിക്ലറേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ് കഴിഞ്ഞയാളാണോ എന്ന ചോദ്യം ഉൾപ്പെടുത്തുകയും ഈ കോഴ്സ് കഴിയുന്നവർക്ക് മാത്രം വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാലം അനധിവിദൂരമല്ലെന്ന് സൈനുൽ ഉലമ സൂചിപ്പിച്ചത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ പഠനം പറയുന്നു, കേരളത്തിൻ്റെ വിവാഹമോചന നിരക്കിൻ്റെ റേഷ്യോ 3.3 ആണ്. ദേശീയ ശരാശരി 1.1 ആണ്. ദേശീയ ശരാശരിയുടെ 3 മടങ്ങ് കൂടുതലാണ് കേരളത്തിലെ വിവാഹമോചനത്തിൻ്റെ കണക്ക്. കേരള എമേർജ്ഡ് ആസ് ഡിവോഴ്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവാഹമോചന തലസ്ഥാനമായി കേരളം മാറുന്നു എന്ന് പറയുമ്പോൾ അത് നേട്ടമല്ല. മഹല്ല് നേതൃത്വം ഇടപെടുന്നത് മതമേഖലയിലോ മഹല്ല് തലത്തിലോ മാത്രമല്ല, ഒരു വലിയ സാമൂഹ്യ മേഖലയിലാണ്. സാമൂഹ്യ വിപത്തിനെ അടിവേര് അടർത്തി മാറ്റുന്ന വിധത്തിലുള്ള ഇടപെടലാണ് പ്രീ മാരിറ്റൽ കോഴ്സ് നടത്തുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ പ്രബുദ്ധരായ ഏറ്റവും പ്രിയപ്പെട്ട കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മഹല്ലുകളിൽ നിന്ന് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ വിളി കേട്ടപ്പോൾ വളരെ താല്പര്യപൂർവ്വം വന്ന് സംഘാടകരുടെ
കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുകയാണ്. സംഘാടകന്റെ സങ്കടം ഒന്നാണ്, സംഘാടകരുടെ കണക്ക് കൂട്ടി കണ്ണ് തള്ളിക്കുന്ന വിധത്തിൽ പ്രബുദ്ധ സദസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും മഹല്ലുകളിൽ നിന്നും ഉയരുന്ന നിശബ്ദ നിലവിളിക്കുള്ള ഉത്തരം കൊടുക്കാൻ എന്തെങ്കിലും കിട്ടും ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷനിൽ നിന്ന് എന്ന് മനസ്സിലാക്കിയിട്ട്. പ്രിയമുള്ളവരെ, കൂടുതൽ സംസാരിക്കുകയല്ല, പരിഹാര മാർഗത്തിലേക്ക് മാത്രം പോവുകയാണ്. നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്നോട് ഉൾപ്പെടെ ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. 3 കാര്യങ്ങൾ ഏറ്റെടുക്കാനാണ് 3 തവണ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. 1, പ്രീ മാരിറ്റൽ കോഴ്സ് വാദി അറഫ എന്ന മനോഹരമാണ് ഈ പേര്. ഈ പേരിൻ്റെ അർത്ഥതലം അതിലും വിശാലമാണ്. നബി അലൈഹിസ്സലാം ഹവ്വാ ബിബി മഹദിയെ കണ്ടുമുട്ടി തിരിച്ചറിവിൻ്റെ ഒരു പുതിയ തലം സമ്മാനിച്ച ആ പേര്. ഇന്നത്തെ ഈ വരവിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് അറഫയ്ക്ക് ശേഷം ഇനി മറ്റൊരു അറഫയില്ല. ഈ തിരിച്ചറിവ് നമ്മൾ കൃത്യമായി മഹലിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾ എന്നുള്ള നിലക്ക്, അങ്ങനെയല്ല ഏൽപ്പിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക്, ജനറൽ ബോഡിയിലൂടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് ഈ അമാനത്തെന്ന കെടാവിളക്ക് കൈമോശം വരാതെ കൈമാറിപ്പോകാൻ സാമൂഹ്യമായും സാംസ്കാരികമായും ആത്മീയമായും ഇസ്സത്തിന് പറ്റുന്ന പരിക്കിൽ നിന്ന് മോചനം നേടാൻ, ശരീരത്തിന് പറ്റുന്ന പരിക്ക് തിരിച്ചറിയാം, ഇസ്സത്തിന് പറ്റുന്ന പരിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇസ്സത്തിന് പറ്റുന്ന പരിക്ക് തിരിച്ചറിഞ്ഞു സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ ആരംഭിച്ചു ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ്. SV മാഷ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പൊക്കോട്ടൂർ സാഹിബ് അതിൻ്റെ വലിയ തലം പറഞ്ഞു കഴിഞ്ഞു. പ്രശ്നങ്ങൾ പറയാം. ഈ കൂടിയതിൽ ഞാൻ മനസ്സിലാക്കുന്നു അവിവാഹിതരാരുമില്ല, എല്ലാവരും കല്യാണം കഴിച്ചവരാണ്. എന്നാൽ ഇതുപോലെ നമ്മുടെ മഹല്ലുകളിലുള്ള വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ സദസ്സിൽ നമ്മുടെ ഫർള് കിഫായത്തിൻ്റെ ബാധ്യത നിറവേറ്റത്തിൻ്റെ സാമൂഹ്യ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി നമ്മൾ കൂടിയിരിക്കാറുണ്ടല്ലോ. മഹല്ലിൽ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുന്നതിന് കാർമ്മികത്വം വഹിക്കുന്ന ഖത്തീബുമാരുണ്ട്, അതിന് നേതൃത്വപരമായ ഇടപെടൽ നടത്തുന്ന ഉമറാക്കളുണ്ട്. എനിക്കും നിങ്ങൾക്കും മറ്റൊരു ബാധ്യത കൂടെ ബാക്കിയുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മഹലിൽ നിന്ന് നിക്കാഹ് കഴിപ്പിച്ച് അയച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾ ഇസ്ലാമിക ദാമ്പത്യം നയിക്കാൻ ആവശ്യമായ യൂസർ മാനുവൽ കൂടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഇലക്ട്രോണിക് സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിനൊരു യൂസർ മാനുവൽ കിട്ടും. ഒരു മൊബൈൽ ഫോണായാലും ഏതുമാവട്ടെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച്. എന്നാൽ സമൂഹമെന്ന വലിയ മാർക്കറ്റിൽ നിന്ന് ലക്ഷണമൊത്ത ഇണയെ രക്ഷിതാവ് അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കുമ്പോൾ ആ ഇണയിലെ ഈണവും തുണയിലെ താളവും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് യൂസർ മാനുവൽ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ആലോചിക്കാൻ മാത്രം പറയുന്നു. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഭയപ്പെടേണ്ട, ഉണ്ട് എങ്കിലാണ് ഉത്തരമെങ്കിൽ അൽഹംദുലില്ലാ പറയാം. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇതാ ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രീ മാരിറ്റൽ കോഴ്സ് പരിചയപ്പെടുത്തുകയാണ്. നേരത്തെ SV മാഷ് സൂചിപ്പിച്ചവർ അദ്ദേഹമാണ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. നമ്മൾ ഉൾപ്പെടെയുള്ള ടീമിന് അദ്ദേഹം പറഞ്ഞു തന്നു. 2014 നവംബർ മാസം 20-ാം തീയതി ഇസ്ലാമിക് സെൻറ്റർ കോഴിക്കോട് വെച്ച് 80ഓളം പരിശീലകരെ വാർത്തെടുത്തു. പ്രശ്നങ്ങൾ പറഞ്ഞു പോവുകയല്ല ചെയ്തത്, പരിഹാര വഴിയിലേക്കുള്ള ദൂരം കുറക്കുകയായിരുന്നു ചെയ്തത്. 2014 അന്നവിടെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് പരിശീലകരെ സമ്മാനിച്ച് കേരളക്കരയിലേക്ക് അവർ ഓരോ മഹല്ലുകളിലേക്കും പോയിട്ട് ക്ലാസ് കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ ഉച്ചവരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് 5 വ്യത്യസ്ത മഹല്ലുകളിലെ ആളുകൾ പ്രീ മാരിറ്റൽ കോഴ്സ് ഈ വരുന്ന സമ്മർ വെക്കേഷനിൽ നമ്മുടെ മഹലിൽ നടത്തണമെന്ന് പറഞ്ഞ് ഈ വിനീതൻ്റെ നമ്പർ വാങ്ങിച്ചു. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ്. മയ്യത്തായി വരുന്ന മണവാളൻ്റെ ചർച്ച തൽക്കാലം നിർത്തുക. മനോഹരമായ മാതൃക സമ്മാനിക്കുന്ന മഹല്ലുകൾ കേരളക്കരയിലുണ്ട്. പ്രീ മാരിറ്റൽ കോഴ്സ് കഴിയാതെ കല്യാണം കഴിക്കില്ലെന്ന് പ്രഖ്യാപിച്ചൊരു മഹല്ല് കാസർഗോഡ് ജില്ലയുടെ ഹൃദയഭാഗമായ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചന്തേര മഹല്ല് സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കഴിഞ്ഞ 32 വർഷമായി പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന സയ്യിദ് TK പൂക്കോയ തങ്ങളുടെ മഹല്ല് തീരുമാനിച്ചു കംപ്ലീറ്റ് പ്രീ മാരിറ്റൽ മഹല്ല്. 16 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയും 21 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും ആ മഹല്ലിൽ പ്രീ മാരിറ്റൽ കോഴ്സ് കഴിയാത്തവരായിട്ടില്ല, അതൊട്ട് പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി. അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഈ നിശബ്ദ നിലവിളിക്കുള്ള ഉത്തരമാണിതെന്ന് മനസ്സിലാക്കിയിട്ട് ഒപ്പം
ഒപ്പം നിൽക്കാൻ മഹലിലുള്ള അബാലവൃദ്ധം ജനവും തയ്യാറായി എന്ന തിരിച്ചറിവാണ് വാദി അറഫയിലൂടെ നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഏറ്റെടുക്കണം. 5-6 ലളിതമായ ക്ലാസ്സുകൾ മാത്രം, 6 ലളിതമായ ക്ലാസ്സുകൾ 3 മണിക്കൂർ വീതമുള്ള. എന്നിട്ട് SMF സ്റ്റേറ്റ് കമ്മിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ്. എന്താണ് ഈ സർട്ടിഫിക്കറ്റ്? ആലോചിക്കണം. നമ്മുടെ കുട്ടി ജീവിതത്തിൽ പല കോഴ്സും പഠിച്ചിട്ടുണ്ട്, ജീവിതം എന്ത് എന്ന് പഠിച്ചിട്ടില്ല. MTechഉം BTechഉം PhDയും റിസർച്ചും അതിൻ്റെ അപ്പുറത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ജീവിതം എന്ത് എന്നറിയുന്നില്ല. പല കലാശാലകളിൽ നിന്നുമുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആ കുട്ടികൾക്കുണ്ട്. പക്ഷേ ജീവിതം പഠിച്ച സർട്ടിഫിക്കറ്റ് മാഷാ അല്ലാഹ് കോൺഫിഡൻസോടെ അഭിമാനത്തോടുകൂടെ വീട്ടിൻ്റെ ചുമരിൽ തൂക്കാനല്ല, പേരിൻ്റെ നേരെ സ്റ്റാറ്റസ് വെക്കാനല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. ഭർത്തൃ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അൽ മർഅതു റാഇയത്തുൻ അലാ അഹ്ലി ബൈതി സൗജിഹാ വവലദിഹാ വഹിയ മസ്ഊലത്തുൻ അൻഹാ എന്ന് പറയുന്ന മനോഹരമായ ഹദീസിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യകർത്താവായി മാറാനുള്ള പ്രീ മാരിറ്റൽ കോഴ്സ്. തീരുന്നില്ല. പ്രീ മാരിറ്റൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് 6ാമത്തെ ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ അടുത്തു വന്നു പതുക്കെ ചെവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ പരിശീലകരെ, അല്ലയോ അധ്യാപകരെ, അല്ലയോ ഉസ്താദുമാരെ, നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് കൂടെ നൽകണേ ഇത്. നാളെ മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന മണരാലയത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ദുരവസ്ഥക്ക് കാരണക്കാർ മാതാപിതാക്കൾ കൊണ്ടുപോയെന്ന് പറയുമെന്ന് പഠിച്ചല്ലോ നമ്മൾ. ഇവിടെ മക്കൾ പറയുന്നു മാതാപിതാക്കൾക്ക് നൽകണേ. അവർക്ക് നൽകേണ്ടത് പ്രീ മാരിറ്റൽ അല്ല, മറിച്ച് കുടുംബ ദാമ്പത്യ മേഖലയുമായി ബന്ധപ്പെട്ട ക്ലാസ്. അതാണ് പാരന്റിംഗ് കോഴ്സ്. 5 ക്ലാസ്സുകളുടെ എല്ലാ മൊഡ്യൂളുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ വാദി അറഫ എന്ന ഈ ചരിത്ര സംഗമത്തിൻ്റെ ഈ നേതൃവിചാര സദസ്സിൻ്റെ നേർസാക്ഷ്യം എന്ന നിലക്ക് നമുക്ക് പറയാൻ കഴിയണം. ഈ വരുന്ന സമ്മർ വെക്കേഷനിൽ അങ്ങനെ ഒരു അവധിയൊന്നും വെക്കേണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയത്ത് നമുക്ക് ആ കോഴ്സിൻ്റെ പ്രചണ്ഡമായ പ്രചരണം ഏറ്റെടുക്കുന്ന ആളുകളായി മാറണം. തീർച്ചയായും നമുക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതം കാണാൻ കഴിയും. അങ്ങനെ പ്രീ മാരിറ്റൽ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ അവരുടെ രക്ഷിതാക്കളായ എനിക്കും നിങ്ങൾക്കും ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായ അറിവ് വേണം. നിർബന്ധമാണ്. മൂന്നാമത്തത് സ്വദേശി ദർസാണ്. സ്വദേശി ദർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വദേശി ദർസ് സുന്നി മഹൽ ഫെഡറേഷൻ വിഭാവനം ചെയ്തതിൻ്റെ സിലബസുകൾ ഡിസൈൻ ചെയ്ത് വെറും 4 കിതാബുകൾ അറഫ തിരിച്ചറിവിൻ്റെ സന്ദേശം നൽകുന്നു. വാദി അറഫ തിരിച്ചറിവിൻ്റെ സന്ദേശം നൽകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചറിയുന്ന സമയമാകുമ്പോഴേക്ക് മദ്രസയുടെ സർവേ നമ്പറിൽ നിന്ന് കുട്ടി പുറത്തുപോയി 10ലോ 11ലോ 12ലോ പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് 15ഓ 16ഓ 17ഓ വയസ്സ് മാത്രം. ജീവിതത്തിൽ വകതിരിവ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കിയൊരു വകതിരിവിൻ്റെ അപ്പുറത്തൊരു വകതിരിവുണ്ട്. പല വകയിലേക്കും തിരിയുന്നൊരു വകതിരിവ്. അങ്ങനെ പല വകയിലേക്കും തിരിയുന്നൊരു വകതിരിവിൻ്റെ സമയമെത്തുമ്പോൾ ഈ കുട്ടികൾ കൗമാരത്തിൽ കാലിടറി പോവുകയോ സൈബർ ലോകത്തെ കാണാക്കണയിൽ അറിയാതെ അകപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ മോശമാക്കാരാക്കി മാറ്റുകയോ പരസ്യമായി ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരടുത്ത് വിളിച്ച് പതുക്കെ പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ കോഴ്സ്. വെറും 3 വർഷ കാലയളവ് മാത്രം, 4 കിതാബുകൾ മാത്രം. പ്രായപൂർത്തിയായ നേരത്തെ അഭിവന്യരായ സയ്യിദ് റഷീദ് ശിഹാബ് തങ്ങളുടെ മനോഹരമായ ഉദ്ഘാടന ഭാഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആൺകുട്ടികൾക്ക് നൽകുന്ന ഈ സ്വദേശി ദർസ് അത് നൽകൂ നിങ്ങൾ. അതിൻ്റെ ഒറ്റൊരു നേട്ടം മാത്രം ഞാൻ പറയാം. ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇൽമിൻ്റെ ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കാൻ മാത്രം പാകമായിട്ടുണ്ട് ആ കുട്ടികൾ. ആലോചിച്ച് നോക്കൂ നമ്മൾ. അതുകൊണ്ട് സ്വദേശി ദർസ് ഏറ്റെടുക്കുക, പ്രീ മാരിറ്റൽ കോഴ്സ് ഏറ്റെടുക്കുക, പാരന്റിംഗ് കോഴ്സ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കാലം ആവശ്യപ്പെടുന്നതാണ്. സംതൃപ്ത കുടുംബം എന്ന വിഷയമേഖലയുമായി ബന്ധപ്പെട്ടുള്ള സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മാത്രമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. SMF സംബന്ധിച്ചിടത്തോളം പ്രശ്നം പറഞ്ഞു പോവുകയല്ല, പരിഹാരം നിർദ്ദേശിച്ച് പോവുകയല്ല, പരിഹാരം നിർദ്ദേശിച്ച് ഒപ്പം കൂടുകയാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിരവധി സ്ഥലങ്ങളിൽ ഈ കോഴ്സ് നന്നായി നടന്നു വരുന്നുണ്ട്. സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജില്ലാ തലത്തിൽ, താലൂക്ക് തലത്തിൽ, മണ്ഡലം തലത്തിൽ സമസ്തയുടെ അംഗീകാരത്തോടുകൂടെ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്, സ്ഥാപനത്തിലെ കോഴ്സിൻ്റെ സിലബസിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സായിട്ട് നിങ്ങൾ പ്രീ മാരിറ്റൽ കോഴ്സ് ഉൾപ്പെടുത്തൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പന്നിയങ്കര ജൗഹറുൽ ഹുദ അറബിക് കോളേജിൽ അവർ ഈ കോഴ്സിനെ അവരുടെ കോളേജ് സിലബസിനോടൊപ്പം ആഡ് ഓൺ കോഴ്സാക്കി ചേർത്തു. അത്ഭുതമെന്ന് പറയട്ടെ, കുട്ടികളിൽ വർധനവുണ്ടായി എന്ന് മാത്രമല്ല അവരുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. എണ്ണത്തിലും വണ്ണത്തിലും ചിന്തയിലും വിചാരത്തിലും ഒരുപോലെ വർധനവുണ്ടായി എങ്കിൽ
പറയുന്നത് കുട്ടികളെ എണ്ണം കൂട്ടാൻ വേണ്ടിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഇസ്സത്തിന് പരിക്ക് പറ്റുന്നുണ്ട്, അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. ആ ഇസ്സത്തിന് പരിക്ക് പറ്റുന്നതിനുള്ള പരിഹാര വഴിയിത ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കോഴ്സ്, അതേപോലെ തന്നെ പാരന്റിംഗ് കോഴ്സ്, പുതിയ മക്കൾക്കുള്ള സ്വദേശി ദർസ്. ഈ 3 മേഖലകളാണ് സംതൃപ്ത കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നം. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഒരു കുടുംബകാര്യമോ ഒരു മഹല്ല് കാര്യമോ മാത്രമല്ല നമ്മൾ ഏറ്റെടുക്കുന്നത്. വിവാഹമോചനത്തിന്റെ നിരക്ക് കൂടുതലുള്ളതുപോലെ തന്നെ ആത്മഹത്യയുടെ നിരക്കും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇന്ത്യക്ക് തന്നെ മാനക്കേടാകുന്ന വിധത്തിൽ കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടുന്നതിൻ്റെ കാരണം അന്വേഷിച്ചുള്ള പഠന വഴിയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന പുതിയ വർത്തമാനം വന്നിരിക്കുന്നത് പ്രാഗ്ജന്മഘട്ടത്തിൽ ഭ്രൂണാവസ്ഥയിൽ ഫസ്റ്റ് ബർത്ത് ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന കുട്ടിയുടെ ആദ്യ ജന്മം നടന്ന സമയത്ത് ഈ കുട്ടി അസമയത്തായി പോയോ, ഇത് വേണോ വേണ്ടയോ, ഇതെന്തൊരു അസത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ള വികലമായ ഇബ്ലീസ് ലഅനത്തുല്ലാഹിയുടെ ചിന്ത മനസ്സിൽ വന്ന് അവസാനം ഏതായാലും ആയില്ലേ പ്രസവിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിസ്സാര വിഷയത്തിൽ ജീവിതത്തിൽ നിർണായക ഘട്ടം പോകട്ടെ നിസ്സാര ഘട്ടത്തിൽ പോലും അടിപതറുകയും ആത്മഹത്യക്ക് വേണ്ടി ഓടുകയും ചെയ്യുമ്പോൾ സൂയിസൈഡ് ടെൻഡൻസി വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പ്രാഗ്ജന്മഘട്ടത്തിൽ ഈ കുട്ടി ജനിക്കണോ വേണ്ടയോ എന്നുള്ള വികല ചിന്തയാണ് എന്നത്. ഇത് പറഞ്ഞു കൊടുക്കണം ആ പെണ്ണ് ഗർഭിണിയാകുന്നതിന് മുമ്പേ, ഇത് പറഞ്ഞു കൊടുക്കണം ആ കുട്ടിക്ക് ബീജാഭാവം നൽകുന്ന പിതാവിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇടപെടുക. നമ്മൾ ഇടയിൽപ്പെടാനല്ല, ഇടയിൽപ്പെടാൻ എല്ലാവർക്കും കഴിയും. ഇടയിൽപ്പെടേണ്ട, ഇടപെടുക. പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം നിർദ്ദേശിക്കാൻ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികൾ എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷാലയമാണ്. മസ്ജിദുകൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററുകളാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്ത് ഒരുമിച്ച് നോക്കൂ. വരിസംഖ്യ നൽകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ മഹല്ലിൽ നിന്നും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായ മതമനഃശാസ്ത്ര മേഖലയിലെ മനോഹരമായ പരിശീലനങ്ങൾ കിട്ടും. അതിന് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ തയ്യാറുണ്ട് എന്ന് പുതുതലമുറക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഒരൊറ്റ അനുഭവം കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. എൻ്റെ നാട്ടിൽ ഒരു കുട്ടി പറയുകയാണ്, എൻ്റെ നാട്ടിൽ 5 വർഷം മുമ്പ് ഈ കോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഇത്താത്ത നഷ്ടപ്പെടുമായിരുന്നില്ല എന്നാണ് ഒരു പെൺകുട്ടി പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിച്ച് നോക്കും നിങ്ങൾ. അന്യരുടെ കൂടെ ഓടിപ്പോയി ഒളിച്ചോട്ടം ആഘോഷിക്കാനുള്ളതല്ല, അത് അവസാനിപ്പിക്കാനുള്ളതാണ്. എങ്ങനെ അവസാനിപ്പിക്കാം? ഞാനും നിങ്ങളും ഇടപെട്ടാൽ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. 5 വർഷം മുമ്പ് എൻ്റെ മഹല്ലിൽ കോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഇത്താത്ത നഷ്ടപ്പെടുമായിരുന്നില്ലെന്ന് പറയുന്ന കുട്ടി, അതേ സമയം തന്നെ ആ കുട്ടിയുടെ 2 കണ്ണിൽ നിന്നും 2 തരം കണ്ണുനീര് കാണാം. ഒരു കണ്ണിൽ നിന്ന് ഇത്താത്തയെ നഷ്ടപ്പെട്ട സങ്കടത്തിൻ്റെ കണ്ണീര്, മറ്റേ കണ്ണിൽ നിന്ന് ഇത്താത്താക്ക് കിട്ടാതെ പോയ കുടുംബത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ഇസ്ലാമിക മതമനഃശാസ്ത്ര മേഖലകൾ മനോഹരമായി പരിചയപ്പെടുത്തിയ പ്രീ മാരിറ്റൽ കോഴ്സ് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ ആനന്ദാശ്രു മറ്റൊരു കണ്ണിലും കാണാം. ഇങ്ങനെയുള്ള 100 അനുഭവ സാക്ഷ്യം ഈ മേഖലയിലുണ്ട്. വല്ലാതെ പറഞ്ഞു നിങ്ങളെ പിരികേറ്റുകയല്ല, നിങ്ങൾ പ്രബുദ്ധരാണ്. ചിന്തിക്കുന്നവർക്ക് സൂചന മതി. ഈ വാദി അറഫ പിരിഞ്ഞു പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് തീരുമാനമെടുക്കണം. ഒരു ജമാഅത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അധികമാരും വന്നിട്ടില്ല. വന്നവരാവരും വെറുതെ പോയിട്ടുമില്ല. ഇത് ആവേശത്തിന് വേണ്ടി വന്നവരല്ല, ആവശ്യത്തിന് വന്നവരാണ്. ആവേശത്തിന് വരുന്നവരും ആവശ്യത്തിന് വരുന്നവരും രണ്ടാണ്. ഇവിടെയാണ് മഹല്ല് ജമാഅത്തിന്റെ കീ പോസ്റ്റിലിരിക്കുന്ന താക്കോൽ സ്ഥാനത്തിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ചെയ്യാനുണ്ട് ഒരുപാട്. അത് ആവേശത്തിന് ചെയ്യേണ്ടതല്ല, ആവശ്യത്തിന് ചെയ്യേണ്ടതാണ്. ഈ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മഹല്ലുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അക്ഷരമുറ്റത്തേക്ക് ദാറുൽ ഹുദയുടെ അങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ. ആ കാണുന്ന ബ്ലോക്കിന്റെ വരാന്തയിൽ പോലും ആളുകൾ അക്ഷമരായി കാത്തു നിൽക്കുന്നത് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയുടെ പുറത്താണ്. എങ്കിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. 1 പ്രീ മാരിറ്റൽ കോഴ്സ് നടത്തും നമ്മുടെ മഹല്ലിൽ എന്ന് തീരുമാനിക്കുക. 2 പാരന്റിംഗ് കോഴ്സ്, അത് നടത്തിയിട്ടല്ലാതെ ഞാൻ ഭാരവാഹിത്വം ഒഴിയില്ല എന്ന് തീരുമാനിക്കുക. അതിന് ഒരിക്കലും നടത്താതിരിക്കാനും പറ്റൂല, അതല്ല എങ്കിലും തീരുമാനമെടുക്കുക. 3ാമത്തത് സ്വദേശി ദർസ്, അത് കൊടുത്തിരിക്കും എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക്. കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വഴികളിലേക്ക് പോകുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടുന്നത് നിർത്തൂ. ആ കുട്ടികൾക്ക് ആവശ്യമായ സൽസരണി കാണിച്ചു കൊടുക്കൂ. ഇതാ ഇവിടെ സ്വദേശി ദർസ് 100 ചില്ലാനം സ്ഥലങ്ങളിൽ വളരെ മനോഹരമായി 150ഓളം സെന്ററുകളിൽ ഇപ്പോഴും വ്യവസ്ഥാപിതമായി സിലബസ് അടിസ്ഥാനത്തിൽ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നിൽ കാണുന്ന സ്ലൈഡുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട നമ്പറുകളാണ്.
ആവശ്യക്കാർക്ക് അത് നോട്ട് ചെയ്യാം, വിഷയം അവതരിപ്പിച്ച് പോവുക മാത്രമല്ല നിങ്ങൾക്ക് വിളിക്കാം. ഏത് സമയത്തും നിങ്ങൾ വിളിച്ചോളൂ. നമ്മളിതാ വെളിപ്പാട് അകലെയുണ്ട്. 82ഓളം RP-മാർ SV മുഹമ്മദ് മാഷയുടെ നേതൃത്വത്തിൽ, CT അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ SMFൻ്റെ സ്റ്റേറ്റ് പ്രൊജക്ട് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി നമ്മൾ റെഡിയുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പർ നോട്ട് ചെയ്യാം, വിളിക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.